പൊങ്കാല മഹോത്സവം കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നല്ല പൊങ്കാലയാണല്ലോ ജെൻസിക്കിട്ട് കേരളത്തില്. പക്ഷെ ഞാൻ പറയും, ഈ പ്രശ്നത്തില് 90s, 80s, 70s കിഡ്സിന് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിപ്പോ 2000 കഴിഞ്ഞ് ജനിച്ചവർക്ക് പിണറായി വിജയൻ സർക്കാർ റേഷൻ കട വഴി ഡ്രഗ്സ് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മോർ സീരിയസ്ലി, കൊച്ചു TV കാണാതെ ഭക്ഷണം കഴിക്കാത്തൊരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഉള്ളിലും ഇതേ പാറ്റേൺസ് വളർന്നുകൊണ്ടിരിക്കുക. അവരും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു പ്ലഷർ ഹോർമോണാണ്. ആക്ഷൻ, ഔട്ട്കം, റിവാർഡ് ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നു ആൻഡ് യു ഫീൽ ഹാപ്പി. നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, ഡോപ്പമൈൻ റിലീസ്, യു ഫീൽ ഹാപ്പി. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, എനിക്ക് 3000 വ്യൂ കിട്ടുന്നു, ഐ ഫീൽ ഹാപ്പി, എനിക്ക് ഡോപ്പമൈൻ റിലീസ് ആവുന്നു. പക്ഷെ ഇതിന്റെ ബെഞ്ച് മാർക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പൊ എനിക്ക് 3000 വ്യൂ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. പക്ഷെ വേറൊരു വലിയ ക്രിയേറ്റർ, ഫോർ എക്സാമ്പിൾ ഷസാമിന് 3000 വ്യൂ ഒരു വീഡിയോയിൽ കിട്ടിയാൽ അയാൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. ബിക്കോസ് ഹിസ് ബെഞ്ച് മാർക്ക് ഫോർ ദിസ് സ്പെസിഫിക് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡോപ്പമൈൻ ഇസ് ഡിഫറെന്റ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫോൺ ഇതാണ്. ഇതില് BSNLന്റെ സ്റ്റുഡൻസ് സുവിധ റീചാർജ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് അത് തിരിച്ചു കിട്ടാൻ കാത്തിരുന്ന് അത് തിരിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഡോപ്പമൈനൊന്നും ഒരു സ്മാർട്ട് ഫോണിനും തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് 8 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ളപ്പോൾ സ്മാർട്ട് ഫോൺസ് കിട്ടുകയാണ്. ദീസ് സ്മാർട്ട് ഫോൺസ്, ലെറ്റ് മീ ടെൽ യു, ആർ ഡോപ്പമൈൻ കില്ലേഴ്സ്. ഓർ സ്പെസിഫിക് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ മാസ്റ്റർബേഷൻ മെഷീൻസ് ആണ് സ്മാർട്ട് ഫോൺസ്. വാട്ട് ഇറ്റ് ഡസ് ഇസ് സീക്കിംഗ് ഡോപ്പമീനെ വളരെ ഈസി ആക്കും. ബെഞ്ച് മാർക്ക് ഈ കുട്ടികൾക്ക് ഡോപ്പമീൻ ഉള്ളത് ഭയങ്കര 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 ഹൈ ആയിരിക്കും. അത് ടെക്നോളജിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യേണ്ട, വീട്ടുകാരുടെ കുഞ്ഞു സംസാരങ്ങൾ വേണ്ട, കടയിൽ പോകണ്ട, ഒന്നും ചെയ്യേണ്ട. ബേസിക്കലി അവർക്ക് കളിക്കാൻ പോകണ്ട, അവർക്ക് അവരുടെ റൂമിനുള്ളിൽ തന്നെ അടച്ചിരുന്നാൽ മതി. അവരുടെ പെയിൻ ടോളറൻസ് വളരെ കുറവായിരിക്കും. ലൈഫിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും, ഇപ്പൊ കോളേജിൽ പോയി ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അവരുടെ ഡോപ്പമീൻ താഴ്പോകും. ബിക്കോസ് പെയിൻ ആണ്, നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. അത് അനുഭവിച്ച് തന്നെ റിക്കവർ ആയി ഹോമിയോസ്റ്റേസിസിൽ എത്തുമ്പോഴാണല്ലോ ലൈഫിന് മീനിങ് ഉണ്ടാകുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് പെയിൻ ടോളറൻസ് തീരെ ലോ ആയതുകൊണ്ട് they rely on drugs, they rely on easy solutions, easy ways out. ഹോമിയോസ്റ്റേസിസ് അല്ലെങ്കിൽ ഡോപ്പമീൻ റിഫ്ലക്സിലേക്ക് റിട്ടേൺ ചെയ്യാൻ. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ സ്മാർട്ട് ഫോൺസും കൊച്ചു TV ഒക്കെ ഇതിന്റെ എല്ലാം ബേസിസ് ആവുന്നത്. ദാറ്റ് ഈസ് വൈ ഐ സേ 70s, 80s, 90s kids, you are at fault